സ്ത്രീകളിലെ അമിത മദ്യപാനം സ്തനാർബുദത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ട്. വനനശീകരണം മൂലം കൊതുകുകൾ പെരുകുന്നു. രാജ്യത്ത് മലേറിയ സാധ്യത കൂടുമെന്ന് കണ്ടെത്തൽ. ചോക്ലേറ്റ് കഴിക്കുന്ന ആളുകളിൽ ഹൃദ്രോഗവും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനം. മാത്രമല്ല, ഹൃദയമിടിപ്പ് ക്രമമാക്കാനും ചോക്ലേറ്റിന് സാധിക്കും. ക്രമമല്ലാത്ത ഹൃദയമിടിപ്പ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആട്രിയൽ ഫൈബ്രിലേഷൻ. മാസത്തിൽ ഒരു തവണയെങ്കിലും ചോക്ലേറ്റ് കഴിക്കുന്നവരിൽ 10 മുതൽ 20% വരെ ആട്രിയൽ ഫൈബ്രിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഡെൻമാർക്കിലെ ഹാർവാർഡ് TH ചാൻ ആരോഗ്യ സർവകലാശാലയുടേതാണ് പഠനം. 60 മുതൽ 64 വരെ പ്രായമുള്ള 55,000-ഓളം പേരെയാണ് പഠന വിധേയമാക്കിയത്. അമിത മദ്യപാനം, പുകവലി, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയാണ് ആട്രിയൽ ഫൈബ്രിലേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇത് പിന്നീട് ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും വഴിവെക്കും. ആഴ്ചയിൽ 3 മുതൽ 6 ചോക്ലേറ്റ് കഷ്ണങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഹാർട്ട്, ലൈഫ് സയൻസ് എന്നീ ജേണലുകളിൽ പഠനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണ്. ഇന്ന് ലോക സ്കീസോഫ്രീനിയ ദിനമാണ്. അതിനാൽ തന്നെ സ്കീസോഫ്രീനിയ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മോഹൻ റോയിയാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നന്ദി. ഡോക്ടർ, ആദ്യമായി തന്നെ ചോദിക്കട്ടെ, എന്താണ് മാനസിക രോഗം? മാനസിക രോഗം ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ്. നമുക്ക് ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും രണ്ടാണ് എന്ന് തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ശരീരത്തിൻ്റെ രോഗം നമുക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹൃദ്രോഗം, ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗം. ശ്വാസകോശ രോഗം, ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം. നമുക്ക് കിഡ്നി രോഗങ്ങളുണ്ട്, കരൾ രോഗങ്ങളുണ്ട്. പക്ഷേ മാനസിക രോഗമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായി മനസ്സ് എവിടെയാണെന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയാണ് നാം മനസ്സെന്ന് വിവക്ഷിക്കുന്നത്. അപ്പോൾ മാനസിക രോഗമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തന വൈകല്യമാണ്. എങ്ങനെയൊക്കെയാണ് ഈ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തലച്ചോറിനൊരു ഘടനയുണ്ട്, നാം അതിനെ സ്ട്രക്ചർ എന്ന് പറയും. അതുപോലെ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങളുണ്ട്. ഈ തലച്ചോറിൻ്റെ ഘടനയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗം മാറ്റുകയോ ട്യൂമർ മൂലമോ ഒക്കെ തലച്ചോറിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ടായാൽ മാനസിക രോഗങ്ങളുണ്ടാകാം. അതുപോലെ ശരീരത്തിൻ്റെ ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ധർമ്മം, തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ചില രാസതന്മാത്രകളാണ്. നാം അതിനെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് വിളിക്കും. സെറട്ടോണിൻ, ഡോപ്പമിൻ, നോർപിനെഫ്രിൻ തുടങ്ങി പല ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്ററുടെ അളവിലെ വ്യതിയാനം കൊണ്ട് തലച്ചോറിന് പ്രശ്നങ്ങളുണ്ടാകാം, മാനസിക രോഗങ്ങളുണ്ടാകും. പിന്നെ സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലോ ദുരന്തഭൂമിയിലോ ഒക്കെ മാനസിക ആഘാതമേക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ മാനസിക രോഗം എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന വൈകല്യമാണ്. തലച്ചോറിൻ്റെ ഘടനയിലോ തലച്ചോറിൻ്റെ ഫംഗ്ഷനിലോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് നമ്മുടെ ചിന്ത, പ്രവൃത്തി, സ്വഭാവം, ഇവയാണ് പ്രധാനമായി തലച്ചോറിൻ്റെ ധർമ്മം. ഇവയിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നാം സാധാരണ മാനസിക രോഗം എന്ന് പറയുമ്പോൾ വ്യക്തമാക്കുന്നത്. സ്കീസോഫ്രീനിയ എന്നൊരു മാനസിക അവസ്ഥയാണ്. ഇതൊരു മാനസിക രോഗമാണോ? എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് കൂടുതലായി വിശദീകരിക്കാം. നമുക്ക് സ്കിസോഫ്രീനിയയ്ക്ക് തത്തുല്യമായ ഒരു മലയാള പദം യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സൈക്കോസിസ് എന്ന്, ചിത്തഭ്രമം എന്ന് പറയും, അല്ലെങ്കിൽ മനോവിചലനം എന്ന് പറയും. ഇപ്പോൾ ചിത്തഭ്രമം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ഭ്രമം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അതിലൊരു ഭ്രമാത്മകമായ നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം. ഈ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ലോകത്തെ അറിയുന്നത്. നാം കണ്ണുകൊണ്ട് കാണുന്നു, നാം ചെവി കൊണ്ട് കേൾക്കുന്നു, നമുക്ക് മൂക്കിൽ നിന്നും ഗന്ധം അനുഭവപ്പെടുന്നു, നമുക്ക് രുചി നാവിൽ നിന്നും ഉണ്ടാകുന്നു, സ്പർശം ത്വക്കിലൂടെ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ മനസ്സിനുണ്ടാകുന്ന ഭ്രമങ്ങൾ, അതിനെയാണ് ഞാൻ ചിത്തഭ്രമം എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുണ്ടാകുക ഇത്തരം ഭ്രമം. അതായത് ഉള്ള ഒരു കാര്യം ഇല്ല എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഉള്ള ഒരു കാര്യത്തെ നാം തെറ്റിദ്ധരിക്കാം. ഉദാഹരണമായി നാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കയറിലോ മറ്റോ ഒന്ന് ചവിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പാമ്പ് എന്ന് നമ്മൾ പെട്ടെന്നൊന്ന് വിചാരിച്ചേക്കാം. അതിന് നാം ഇല്യൂഷൻ എന്ന് പറയും. മറ്റൊരു സാധനമുണ്ട്, ഹെലുസിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യം അവിടെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണം, ചില ആൾക്കാർ ചെവിയില്ല, ശരീരം പോലെ ശബ്ദം കേൾക്കുന്നതായി പറയും, അത് ഹെലുസിനേഷനാണ്. ചിലവർ കാഴ്ച, മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്, നമ്മൾ വിഷ്വൽ ഹാലുസിനേഷൻ എന്ന് പറയും. ത്വക്കിനടിയിൽ ചില സ്പർശങ്ങൾ ഉണ്ടാകുന്നു, ചില ഗന്ധങ്ങൾ വരുന്നു, ചില രുചികൾ അനുഭവപ്പെടുന്നു. ഇതൊക്കെ ഹലുസിനേഷൻസാണ്. ഈ ഹലുസിനേഷൻസ് കൊണ്ടാണ് നാം ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നാം ചുറ്റുപാടിനെ അറിയുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് കുഴപ്പമുണ്ടാകുമ്പോൾ ഇത്തരം ഇൻപുട്സ് മാറുന്നതുകൊണ്ട് നാം
സമൂഹത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളതിനെ തെറ്റിദ്ധരിക്കുന്നു. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള ഒരു സമുച്ചയമാണ്. അതിൽ ചില ഘടകങ്ങളുണ്ട്. ഇപ്പം നാം നേരത്തെ സൂചിപ്പിച്ച ഡെല്യൂഷൻസ്, മിഥ്യാധാരണകൾ. ഇപ്പോൾ ചില ആൾക്കാർ പറയും മറ്റുള്ളവരെ കൊല്ലാൻ വരുന്നുണ്ട്, ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, അവരുടെ കിണറ്റിലും മറ്റും വിഷം കലക്കിയിടുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ ബന്ധുക്കളോടോ മറ്റുള്ളവരോടോ ചോദിച്ചാൽ ഇതൊരിക്കലും യഥാർത്ഥമല്ല എന്ന് പറയും. അതാണ് ഡെല്യൂഷൻ, മിഥ്യാധാരണകൾ എന്ന് പറയും. പിന്നെ നാം നേരത്തെ സൂചിപ്പിച്ച മിഥ്യാബോധങ്ങൾ, ഹലുസിനേഷൻസ്. അതായത് നാം പറഞ്ഞ പോലെ മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ ഇവർ കാണും, മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങൾ ഇവർ കേൾക്കും, മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത ഗന്ധങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും, മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രുചി ഇവർക്ക് അനുഭവപ്പെടും, മറ്റുള്ളവർക്ക് ത്വക്കിനടിയിൽ ഉണ്ടാകുന്ന അവർക്കില്ലാത്ത ചില ലക്ഷണങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർക്കുണ്ടാകും. അപ്പോൾ ഇത് ഡെല്യൂഷൻ, ഹലുസിനേഷൻസ്. പിന്നെ നമ്മൾ പറയുന്നത് ഇവരുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വഭാവത്തിൽ വ്യത്യാസം വരും. നമ്മൾ ഗ്രോസ്ലി ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ എന്ന് പറയും. സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തുന്നതാണ്. ഇത്തരത്തിൽ സംശയമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. അതായത് അയാൾ, എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരാളെ നോക്കുന്നത് പ്രത്യേക രീതിയിലായിരിക്കും, എനിക്ക് പേടിയുണ്ടെങ്കിൽ ഞാനൊരു പ്രത്യേക രീതിയിൽ പെരുമാറും. അപ്പോൾ അങ്ങനെ സംശയമുള്ള ആൾക്കാരുടെ സ്വഭാവം മാറും. അപ്പോൾ ഇതിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇവരുടെ മുഖഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അതായത് നാം ഇപ്പോൾ ഒരു വ്യക്തി, അയാളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. പക്ഷേ ഇതിന് അനുരൂപമല്ലാത്തൊരു ഭാവമായിരിക്കും ഇവരുടെ മുഖത്തുണ്ടാകുന്നത്. അതായത് ഒരു ബന്ധു മരിച്ച കാര്യം ചിലപ്പോൾ ഇദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവത്തിന് ചിന്തയ്ക്ക് അനുസൃതമായ ഒരു വികാരഭാവം മുഖത്തുണ്ടാകാതെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് വികാരങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുക. എന്ത് പറഞ്ഞാലും ഇപ്പം നാം ചില കുറ്റവാളികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അയാളുടെ മുഖത്തൊരു ഭാവഭേദവും തോന്നുന്നില്ലല്ലോ. അത്തരത്തിലുള്ള വികാരഭാവങ്ങൾ ഉണ്ടാകാതിരിക്കും. അപ്പം നാം നേരത്തെ സൂചിപ്പിച്ച ഡെല്യൂഷൻ, ഹാലുസിനേഷൻ, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, ഇത്തരത്തിലുള്ള ഈ വൈകാരിക ഭാവങ്ങളിലുള്ള വ്യത്യാസം, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുള്ള ഒരു ലക്ഷണ സമുച്ചയത്തെയാണ് നാം ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നത്. മറ്റ് മാനസിക രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്കീസോഫ്രീനിയ രോഗികൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്കീസോഫ്രീനിയ ആണ് എന്ന് തിരിച്ചറിയുന്നത്? നാം നേരത്തെ പറഞ്ഞ 4 ലക്ഷണങ്ങളോടൊപ്പം ഒരു ലക്ഷണവും കൂടി സാധാരണ സ്കിസോഫ്രീനിയ രോഗികൾ കാണിക്കുക. അതായത് സംസാരത്തിലുള്ള വ്യത്യാസമാണ്. ഈ സംസാരത്തിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സംസാരം ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തുന്നതാണ്. ഇവർ സംസാരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. അതായത് ഇവർ സംസാരിക്കുന്നത് വളരെ അസ്വാഭാവികമായി തോന്നും. ഈ പറഞ്ഞ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെയുള്ള വ്യത്യാസം പോലെ തന്നെ ഈ സ്വഭാവ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളുടെ നമ്മൾ ആദ്യം ഇവരെ ശ്രദ്ധിക്കുന്നത് ഇവരുടെ പെരുമാറ്റമാണ്. നമ്മുടെ തോട്ട്, ഇമോഷൻ, ബിഹേവിയർ എന്ന് പറയും. നമ്മുടെ ചിന്ത, നമ്മുടെ വൈകാരിക ഭാവം, നമ്മുടെ സ്വഭാവം. ഇതിൽ നിന്നാണ് നാം ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്, വിശകലനം ചെയ്യുന്നത്, മനസ്സിലാകുന്നത്. ഇവരുടെ ചിന്തയ്ക്ക് കുഴപ്പമുണ്ടാകും. അതായത് ഇവർ പൊതുവെ പറയും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, മറ്റുള്ളവരെ കൊല്ലാൻ വരുന്നുണ്ട്, ഇവർക്കെതിരായുള്ള ക്ഷുദ്രവും കൂടാത്ത പ്രയോഗങ്ങളും ഒക്കെയുണ്ട്. ചിലവർ ഇതിൻ്റെ അപ്പുറത്ത് കിടന്ന് ഒരു വളരെയേറെ നമ്മൾ നട്ടാൽ കുരുക്കാത്ത സാധനം എന്നൊക്കെ പറയും. ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ. ഇപ്പോൾ ചില ആൾക്കാർ പറയാനുണ്ട് സൂര്യനിൽ നിന്നും ചില പ്രത്യേക രശ്മികൾ ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്നുമുള്ള ആൾക്കാർ അവരെ പ്രത്യേക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇൻ്റർനെറ്റ് അവരുടെ ചിന്തകളെ എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ വീട്ടിൽ പല സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറയിലൂടെ എൻ്റെ ചിന്തകൾ മറ്റുള്ളവർ അറിയുന്നു, എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇവർ പറയും. ഇതോടൊപ്പം ഈ വൈകാരികമായ നാം നേരത്തെ സൂചിപ്പിച്ച ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള വ്യത്യാസങ്ങളോടൊപ്പം വൈകാരിക ഭാവത്തിലുമുള്ള വ്യത്യാസം. ഇത് ചുരുങ്ങിയത് നാം പറയുന്നത് ഇപ്പോൾ അമേരിക്കൻ അസോസിയേഷൻ്റെ ഒരു വർഗ്ഗീകരണമുണ്ട്, ലോകാരോഗ്യ സംഘടനയുടെ വർഗ്ഗീകരണ സിദ്ധാന്തം. അത് 1 മാസം മുതൽ 6 മാസം വരെ, അത് രണ്ടിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് രോഗിക്ക് ഏകദേശം സ്കിസോഫ്രീനിയ രോഗമുണ്ടെന്ന് ഉറപ്പിക്കാം. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്കീസോഫ്രീനിയ ഉണ്ടാകുന്നത്? നമുക്ക് സ്കിസോഫ്രീനിയയുടെ കാരണങ്ങളെക്കുറിച്ച് പണ്ട് തൊട്ടേ ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സിദ്ധാന്തം പ്രചാരം നേടിയിരുന്ന, ഇപ്പോൾ നമ്മൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം അമ്മയുടെ സ്വഭാവം, അതായത് സ്കിസോഫ്രീനിയ ഉണ്ടാക്കുന്ന അമ്മ എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. അതായത് അമ്മയുടെ ഈ കുട്ടിയുമായുള്ള ആശയവിനിമയത്തിൽ ചില പാകപ്പിഴകൾ കൊണ്ടാണ്, ആശയവിനിമയത്തിലെ പാകപ്പിഴ കൊണ്ട് കുട്ടിക്ക് ആശയവിനിമയത്തിൽ പാകപ്പിഴ ഉണ്ടാകുന്നതും അത് സ്കിസോഫ്രീനിയയുടെ തലത്തിലേക്ക് എത്തുന്നുമുള്ളൊരു വാദമൊക്കെ പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം കുടുംബങ്ങളിലെ ചില പ്രത്യേക, അതായത് അച്ഛനും മകളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലൊരു പ്രത്യേക തരത്തിലൊരു ബന്ധം ഉടലെടുക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് സ്കിസോഫ്രീനിയ ഉണ്ടാവുകയും ചെയ്യുന്നതെന്നൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് 1970 ഡോപ്പമിൻ സിദ്ധാന്തം വരികയുണ്ട്. ഡോപ്പമിൻ ഹൈപ്പോത്തീസിസ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറയും. അത് കണ്ടുപിടിച്ച ആൾക്കാർക്ക് പിൽക്കാലത്ത് നോബൽ സമ്മാനം വരെ ലഭിക്കുകയുണ്ടായി. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ നേരത്തെ സൂചിപ്പിച്ച ഒരു രാസപദാർത്ഥമാണ്. ഈ രാസപദാർത്ഥത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ
നമുക്ക് സന്തോഷം തരുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും ഡോപ്പമിൻ്റെ അളവാണ് കൂടുന്നത്. ഉദാഹരണം, നാം ചായ കുടിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും നമുക്ക് സന്തോഷപ്രദമായ കാര്യങ്ങൾ, ഒരു പുസ്തകം വായിക്കുമ്പോഴും നാം പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ തലച്ചോറിൽ രാസപദാർത്ഥമായ ഡോപ്പമിൻ്റെ അളവ് കൂടും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡോപ്പമിൻ്റെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല, ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ ചില രോഗികൾ, നമ്മൾ ഈ പോസിറ്റീവ് സിംറ്റം എന്ന് നാം നേരത്തെ സൂചിപ്പിച്ച മിഥ്യാധാരണകൾ, മിഥ്യാബോധങ്ങൾ എന്നിവ, അതായത് സാധാരണ വ്യക്തികളിൽ ഇല്ലാത്തതും രോഗികളിൽ ഉള്ളതുമായ ലക്ഷണത്തിനെ നാം പോസിറ്റീവ് എന്ന് പറയും. ഒന്ന് കൂടുതലാണ്. ഈ പോസിറ്റീവ് സിംറ്റമുള്ള രോഗികൾ ഡോപ്പമിൻ അധികരിച്ച് കാണുന്നതായി പറയുന്നുണ്ട്. ചില ലക്ഷണങ്ങളുണ്ട്, നമ്മളതിനെ നെഗറ്റീവ് സിംറ്റം എന്ന് പറയും. അതായത് സാധാരണ വ്യക്തികളിൽ ഉള്ളതും രോഗികളിൽ ഇല്ലാത്തതുമായത്. നാം നേരത്തെ സൂചിപ്പിച്ച പോലെ വൈകാരിക ഭാവം, സാധാരണ രീതിയിലുള്ള വൈകാരിക ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇത്തരം വ്യക്തികൾക്ക് വൈകാരിക ഭാവങ്ങൾ കുറവായിരിക്കും. അതിനെയാണ് നാം നെഗറ്റീവ് സിംറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് സിംറ്റമുള്ള രോഗികളിൽ ഡോപ്പമിൻ്റെ അളവ് കുറവായിരിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവിലുള്ളൊരു വ്യതിയാനമാണ് ഇപ്പോൾ സ്കിസോഫ്രീനിയയുടെ പ്രധാന കാരണമായി പറയുന്നത്. സ്കിസോഫ്രീനിയ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര. ഉദയാമൃതം. സ്കിസോഫ്രീനിയ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരാം. ഡോക്ടർ, ഈ സ്കിസോഫ്രീനിയയ്ക്ക് നിലവിലുള്ള ചികിത്സ എന്താണ്? ഇനി ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം നേരത്തെ കണ്ടു കഴിഞ്ഞു, സ്കിസോഫ്രീനിയയുടെ കാരണമായി ഇപ്പോൾ നാം പ്രചാരം നേടിയിരിക്കുന്ന സിദ്ധാന്തം ഡോപ്പമിൻ സിദ്ധാന്തമാണ്. ഡോപ്പമിൻ കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡോപ്പമിൻ കുറയുന്നതുകൊണ്ട് സ്വാഭാവികമായും ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഔഷധങ്ങളാണ്. സാധാരണ നമ്മൾ പോസിറ്റീവ് സിംറ്റമൊക്കെ ആണെങ്കിൽ ഡോപ്പമിൻ വിരുദ്ധ ഔഷധങ്ങൾ, നമ്മളതിനെ പ്രധാനമായിട്ട് ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ എന്ന് തന്നെ പറയും. ആൻറ്റി സൈക്കോട്ടിക്സ് എന്നാണ് നാം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കും. ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമുണ്ട് ഈ പോസിറ്റീവ് സിംറ്റംസ്, അതായത് നാം നേരത്തെ സൂചിപ്പിച്ച മിഥ്യാധാരണകൾ, മിഥ്യാബോധങ്ങൾ എന്നിവ സാധാരണ ആൾക്കാരിൽ ഇല്ലാത്തതും രോഗികളിലുള്ളതുമായ ലക്ഷണങ്ങൾ കുറവുണ്ടാവും. നമ്മൾ നെഗറ്റീവ് സിംറ്റംസിൻ്റെ കാര്യമെടുത്താൽ, നാം നേരത്തെ നെഗറ്റീവ് സിംറ്റം എന്താണെന്ന് പറഞ്ഞു, സാധാരണ ആൾക്കാരിൽ ഉള്ളതും രോഗികളിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈകാരിക ഭാവങ്ങളൊക്കെ. അപ്പോൾ അതിനും ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഔഷധങ്ങളാണ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാം നേരത്തെ കണ്ടു കഴിഞ്ഞു, ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത് ഒരു പ്രശ്നമാണ്. ലഹരി ഉപയോഗിക്കുന്നവരിൽ യഥാർത്ഥത്തിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുതലായി കാണുന്നു. ലഹരി കൂടിയാൽ അതുകൊണ്ട് തന്നെയാണ് ചിത്തഭ്രമം അഥവാ സൈക്കോസിസ് ഉണ്ടാകുന്നത്. നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവില്ല. ചില ചികിത്സാ മാർഗങ്ങളിലൂടെ അല്ലാതെ അത് തിരിച്ചുണ്ടാവില്ല. ഇത്തരത്തിൽ ന്യൂറോണുകളുടെ നാശത്തിലേക്ക് ഇത് വഴിതെളിക്കും. അതായത് എത്ര നാളോളം നമ്മൾ ഈ ചിത്തഭ്രമം, സൈക്കോസിസ് ചികിത്സിക്കാതെ ഇരിക്കുന്നു, നമ്മളതിന് ഡ്യൂറേഷൻ ഓഫ് അൺട്രീറ്റഡ് സൈക്കോസ് എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ആദ്യമായി ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അവരൊരു മന്ത്രവാദത്തിൻ്റെ അടുത്തേക്കോ, ഒരു പൂജാരിയുടെ അടുത്തേക്കോ, ഒരു മൗലവിയുടെ അടുത്തേക്കോ, ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്തേക്കോ കൊണ്ടുപോകാം. അവിടെ ചികിത്സ നടക്കുന്നില്ല, ശാസ്ത്രീയമായ ചികിത്സ നടക്കുന്നില്ല. അത്തരത്തിൽ ശാസ്ത്രീയമായ ചികിത്സ നടന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് തലച്ചോറിലെ കോശങ്ങൾക്ക് നികത്താനാവാത്ത കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ ഈ തലച്ചോറിലെ ഏത് കോശങ്ങൾക്കാണോ കേടുപാടുകൾ സംഭവിക്കുന്നത് അതിനനുസരിച്ച് വ്യക്തിക്ക് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയോ, ബുദ്ധിശക്തിയോ, ഏകാഗ്രതയോ, നിരീക്ഷണ പാഠമോ, വിശകലന പാഠമോ ഒക്കെ ബാധിക്കുന്ന തലച്ചോറിലെ കേന്ദ്രങ്ങളിലെ ന്യൂറോണുകൾക്കാണ് ഈ നാശം വരുന്നതെന്ന് വിചാരിക്കുക. സ്വാഭാവികമായും വ്യക്തിയുടെ ചിന്താശക്തിയും ഓർമ്മയും ഏകാഗ്രതയും ഒക്കെ ഇതുകൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ സാധാരണ പറയുന്നത്, ആദ്യത്തെ ഒരു പ്രാവശ്യം വരുന്ന രോഗം അത് ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അസുഖം വീണ്ടും വരാനുള്ള സാധ്യത തന്നെ വളരെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ആദ്യം ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികളെ മിക്കവാറും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മതവുമായി ബന്ധപ്പെട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയിലേക്കാണ് ആദ്യം കൊണ്ടുചെല്ലുന്നത്. അവിടെ കുറച്ച് നാൾ ചികിത്സിച്ച് കഴിഞ്ഞ് വളരെ അസുഖം മൂർച്ഛിച്ച ഒരവസ്ഥയിലായിരിക്കും സ്വാഭാവികമായിട്ട് മനോരോഗ ചികിത്സാ വിദഗ്ധരുടെ അടുത്തെത്തുന്നത്. അത്തരത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചികിത്സിച്ച ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറിന് നികത്താനാവാത്ത കേടുപാടുകൾ ഉണ്ടാക്കുകയായിരിക്കും ഫലം. പ്രധാനമായും ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായക്കാരിലാണ് കൂടുതലായും ഈ സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്?
നമ്മൾ സാധാരണ ഒരു 2 ഏജ് ഗ്രൂപ്പാണ് പറയുന്നത്. 15 മുതൽ 25 വരെ, 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. ചിലതരം സ്കിസോഫ്രീനിയകൾ പ്രായമായതിനു ശേഷമാണ്, ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ പാരനോയിഡ് സ്കിസോഫ്രീനിയ പോലുള്ള വകഭേദങ്ങൾ. ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യക്തിയുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ വളരുന്നത് ഗർഭാവസ്ഥയിലാണ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ്. അതിനുശേഷം ആദ്യത്തെ ഒരു വർഷമാണ്, അതിനുശേഷം പിന്നത്തെ ഒരു വർഷം. അങ്ങനെ ഉണ്ടാകുന്ന ഈ കോടാനുകോടി ട്രില്യൺസ് ഓഫ് ന്യൂറോൺസ് എന്ന് അത്രയും കൊടാനുകോടി കോശങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ടാവും. ഈ തലച്ചോറിലുള്ള കോശങ്ങളെ കൗമാരപ്രായം എത്തുമ്പോൾ ഒരു പ്രക്രിയ, നാം അതിനെ പ്രൂണിങ് എന്ന് പറയും. നമ്മളിപ്പോൾ ചില ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും എത്തുമ്പോൾ പുല്ലൊക്കെ നന്നായി വെട്ടി ഒരുക്കി ഒരു പ്രത്യേക ആകൃതിയിലൊക്കെ ആക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ തലച്ചോറിലും സമാനമായ ഒരു പ്രക്രിയ നടക്കും. നാം ഇതിനെ പ്രൂണിങ് എന്ന് പറയും. അത് ഈ കൗമാരാവസ്ഥയിലാണ് നടക്കുന്നത്. അതിനെ സ്വാധീനിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ജനിതക ഘടകങ്ങളുണ്ട്, സാമൂഹികപരമായ കാരണങ്ങളുണ്ട്, സാംസ്കാരികപരമായ ഘടകങ്ങളുണ്ട്. ഇത്തരം ഘടകങ്ങൾ എല്ലാം കൂടി പ്രവർത്തിച്ച് ഈ തലച്ചോറ് ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നടക്കുന്നത് കൗമാരപ്രായത്തിലാണ്. അത് കൗമാരപ്രായത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കൗമാരപ്രായത്തിലാണ് ഈ മാനസിക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാനുള്ളൊരു സാധ്യതയും കാണുന്നത്. അത്തരത്തിൽ കൗമാരപ്രായത്തിൽ എത്തുന്ന വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാനസിക രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും, കൗമാരക്കാലത്തുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് കൗമാരക്കാലത്തുണ്ടാകുന്ന കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങൾ നാം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. കൗമാരക്കാലത്ത് കുട്ടികൾക്ക് ലഹരി ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടാകുമെന്ന് നാം പറയുന്നത്. അത്തരത്തിൽ കൗമാരകാലത്ത് ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കും. കാരണം തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ പഠനങ്ങളനുസരിച്ച് 22-24 വയസ്സാവണം. അതിനു മുമ്പ് തലച്ചോറിൻ്റെ ഘടനയെയും തലച്ചോറിൻ്റെ ധർമ്മങ്ങളെയും ഒക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ രോഗത്തിൻ്റെ ആക്രമണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം സാധാരണ ഒരു 45 വയസ്സൊക്കെ ആവുന്ന വ്യക്തികൾ പാരനോയിഡ് സ്കിസോഫ്രീനിയ, അതിൽ പ്രധാനമായും സംശയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു വ്യക്തിയുടെ വ്യക്തിത്വമൊക്കെ പൂർണ്ണമായി ഒന്ന് ആയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. അത്തരത്തിൽ 2 സമയങ്ങളിൽ കാണാറുണ്ട്. പൊതുവേ വളരെ ചെറിയ കുട്ടികളിൽ, 5 വയസ്സിൽ താഴെയൊക്കെയുള്ള കുട്ടികളിലും വളരെ മുതിർന്ന ആൾക്കാരിലും ആദ്യമായി സ്കിസോഫ്രീനിയ കണ്ടുപിടിക്കുന്നത് അത്ര സാധാരണയായി നടക്കുന്ന കാര്യമല്ല. പൊതുവേ ഈ ഒരു 15 മുതൽ 40-45 വരെയുള്ള പ്രായത്തിലാണ് സ്കിസോഫ്രീനിയ രോഗത്തിൻ്റെ ഒരാക്രമണം ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരുടെ സംശയമാണ്, ഇതിനുള്ള മരുന്നുകൾ കഴിക്കുന്നതിൽ എന്തെല്ലാം ദൂഷ്യവശങ്ങളാണുള്ളത്? സ്കിസോഫ്രീനിയ രോഗത്തെക്കുറിച്ച് എന്ന പോലെ തന്നെ സ്കിസോഫ്രീനിയയുടെ ചികിത്സയെക്കുറിച്ചും ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു തെറ്റിദ്ധാരണ ഇതിൻ്റെ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇത് നേരെ തിരിച്ചാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, ഒരിക്കലും ഒരു വ്യക്തി ആദ്യമുണ്ടാകുന്ന ഒരു അസുഖത്തിന് മനോരോഗ ചികിത്സകൻ്റെ അടുത്ത് വരുന്നില്ല. അങ്ങനെ ആദ്യമുണ്ടാകുന്ന ഒരു അസുഖത്തിനും രണ്ടാമത് വരുന്ന ഒരു അസുഖത്തിനും മനോരോഗ ചികിത്സകൻ്റെ അടുത്ത് എത്താതെ 3-ാമത്തെയോ 4-ാമത്തെയോ പ്രാവശ്യം എത്തി ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോഴേക്കും ആ വ്യക്തിയുടെ തലച്ചോറിന് നികത്താനാവാത്ത കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞു. ആ നികത്താനാവാത്ത കേടുപാടുകളുള്ള ഒരു വ്യക്തിയാണ് നാം പിന്നെ ചികിത്സിച്ച് ശരിയാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയിലും ഏകാഗ്രതയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിനെയാണ് ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലോകത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്ന ഈ ചിത്തഭ്രമ വിരുദ്ധ ഔഷധം അല്ലെങ്കിൽ സൈക്യാട്രിയിലെ തന്നെ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് ക്ലോർപ്രോമസിനാണ്. 1950കളുടെ ആരംഭത്തിൽ വന്നതാണ്. അന്നത്തെ മരുന്നുകൾക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ പുതിയ ടെക്നോളജി വെച്ചുകൊണ്ട് വളരെ പുതിയ മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം മരുന്നുകൾക്ക് തന്നെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേടി, അതായത് ചികിത്സിച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നൊരു പേടി ധാരാളം രോഗികളെ ചികിത്സാ പദ്ധതികളിലേക്ക് വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും യഥാർത്ഥത്തിൽ അത് രോഗം കൂടുതൽ മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നാം പലപ്പോഴും കാണാറുണ്ട്. ഇനി ഈ അസുഖം പൂർണ്ണമായും ഭേദമാകുക എന്നത് സാധ്യമാണോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ പൊതുവെ അസുഖത്തെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അസുഖങ്ങൾ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് നമ്മൾ പറയും. അത് വൈറസോ ബാക്ടീരിയയോ ഉണ്ടാകുന്ന ജലദോഷമോ ഇൻഫെക്ഷനോ പോലുള്ള അസുഖങ്ങൾക്കാണ് പൂർണ്ണമായ ഒരു ക്യൂർ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അത് തന്നെ നമുക്കൊരിക്കൽ ജലദോഷം വന്നാൽ വീണ്ടും അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ജലദോഷം ഉണ്ടാവും. ഇൻഫെക്ഷനും അതുപോലെ തന്നെ. അല്ലാതെ നമ്മളിതൊരു ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ദീർഘകാലമായി മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളാണ്. നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തലച്ചോറിലെ രാസതന്മാത്രകളുടെ അളവിലെ വ്യതിയാനങ്ങളുണ്ടാകുന്ന ഒരു വ്യത്യാസമാണത്. ഈ വ്യത്യാസം നേരെയാക്കിയതിനു ശേഷം ക്രമീകരിക്കുക, വീണ്ടും അസുഖം വരാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതിനുവേണ്ടി നാം മരുന്ന് കഴിക്കേണ്ടി വരും. പൊതുവേ നാം പറയുന്നത് 1/3 സ്കിസോഫ്രീനിയ രോഗികൾക്ക് പൂർണ്ണമായും അസുഖത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തുകയും മരുന്ന് നിർത്തുകയും ചെയ്യാൻ സാധിക്കും. 1/3 രോഗികൾക്ക് ഏകദേശം മരുന്നുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊരു 1/3 രോഗികൾക്ക് നാം എന്ത് തന്നെ ചെയ്താലും അസുഖം മൂർച്ഛിക്കുകയും അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും. അവരെയാണ് നാം സാധാരണ ഈ മെൻ്റൽ ഹോസ്പിറ്റൽസിലും മെൻ്റൽ അസൈലംസിലുമൊക്കെ ദീർഘകാലം അവിടെ കിടക്കുന്ന രോഗികളായി കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, പ്രമേഹവും രക്തസമ്മർദ്ദവും ഉൾപ്പെടെ ഏത് രോഗത്തിനാണ് 1/3 പൂർണ്ണമായി മാറി പൂർവാവസ്ഥയിലെത്തുന്നതും 1/3 മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? പ്രമേഹത്തിന് രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ, മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം രോഗങ്ങളുമായി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയ
തീർച്ചയായും ചികിത്സിക്കാനും ഭേദപ്പെടുത്താനും സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ചികിത്സ വൈകിയാൽ, നമ്മൾ ഈ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പോവുകയോ ചികിത്സ വൈകിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാം ഈ പറയുന്ന ചികിത്സയുടെ ഗുണഫലങ്ങൾ ആ വ്യക്തിക്ക് കിട്ടണമെന്നില്ല. ഡോക്ടർ, അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ സ്കീസോഫ്രീനിയ രോഗികളിൽ കുറ്റകൃത്യ വാസന വളരെയധികം കൂടുതലാണ് എന്ന് നമ്മൾ വളരെ അടുത്ത് കുറേ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പം ഈ കുറ്റകൃത്യ വാസന എങ്ങനെയാണുള്ളത്? അതിന് ഉള്ള കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള നിയമവശങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് വളരെ ചുരുക്കി പറയാം. വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പഠനങ്ങൾ കാണിക്കുന്നത് മാനസിക രോഗികൾ ആൾക്കാരെ കൊല്ലുന്നതിനേക്കാൾ, ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ മാനസിക രോഗികളെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. 1-2 കേസുകൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഊതിപ്പെരിപ്പിച്ച റിപ്പോർട്ടുകൾ മാത്രമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ അടുത്ത് വരുന്ന എത്രയോ രോഗികളെ വളരെ ക്രൂരമായി ബന്ധുക്കൾ പീഡിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിയമവശം പരിശോധിച്ചാൽ സെക്ഷൻ 84 IPC, ഇന്ത്യൻ പീനൽ കോഡിൽ 84-ാം വകുപ്പാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരു രോഗി ഒരു കുറ്റകൃത്യം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ രീതി, കുറ്റകൃത്യം ചെയ്താൽ എന്ത് സംഭവിക്കും, ആ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ ഈ കുറ്റകൃത്യം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയില്ല എന്നാണെങ്കിൽ, മാനസിക രോഗം കൊണ്ട് അറിയില്ല എന്നാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കുറ്റകൃത്യത്തിൽ നിന്നും അദ്ദേഹത്തിന് മോചനം ലഭിക്കുക. അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്ത ഒരു കുറ്റകൃത്യം, അതായത് ഒരായുധം നമ്മൾ സംഭരിച്ച് വയ്ക്കുന്നു, അതിനുശേഷം കൃത്യമായ പ്ലാനിങ്, ഈ കൊല്ലേണ്ട ആളിനെ വഴിയിൽ കാത്തുനിന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു, അദ്ദേഹത്തിന് മാരകമായി പറ്റിപ്പേൽപ്പിക്കുന്നു, വധിക്കുന്നു. അതിനുശേഷം ഈ ശവശരീരം മറവ് ചെയ്യാനുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുക്കുന്നു. അങ്ങനെ ശവശരീരം മറവ് ചെയ്യാനുള്ള മുൻകരുതലെടുത്തതിന് ശേഷം ഈ വ്യക്തി രക്ഷപ്പെടുന്നു. അപ്പോഴൊക്കെ അതിലൊരു പ്ലാനിങ് ഉണ്ട്, അതിൽ വളരെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ആ കുറ്റകൃത്യം ചെയ്യുന്നതിലും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും പ്ലാനിങ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മാനസിക രോഗത്തിൻ്റെ യാതൊരു ആനുകൂല്യവും ലഭിക്കുകയില്ല. അല്ലാതെ മാനസിക രോഗമുള്ള വ്യക്തി അത് ചെയ്ത സമയത്ത്, ഇപ്പോൾ ഒരു വ്യക്തിയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലച്ചോറെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇയാളോട് ചോദിക്കുന്നത് താൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതൊരു ഭീകര സത്വമായിരുന്നു, യഥാർത്ഥത്തിൽ അതിൻ്റെ സത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ജീവനെ എടുത്താണ് ഞാൻ അരിഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ അത് മാനസിക രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലാതെയുള്ള ഇത്തരത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകളോ മറ്റോ കൊണ്ടുവന്നിട്ട് ഈ പ്ലാനിങ്ങും എല്ലാമുള്ള ഒരു വ്യക്തിക്ക് മാനസിക രോഗത്തിൽ നിന്നും ഒരിക്കലും ആ മാനസിക രോഗത്തിൻ്റെ ഒരു പ്രയോജനം അദ്ദേഹത്തിൻ്റെ ശിക്ഷയിലോ ശിക്ഷാ കാലാവധിയിലോ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ വിധിക്കുമ്പോഴോ ഒന്നും ലഭിക്കുകയില്ല. സ്കീസോഫ്രീനിയ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മോഹൻ റോയിയാണ്. വളരെയധികം നന്ദി ഡോക്ടർ, ആരോഗ്യ വാർത്തയിൽ പങ്കെടുത്തതിന്. ഒരു ഇടവേള കൂടി. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. സ്ത്രീകളിലെ അമിത മദ്യപാനം സ്തനാർബുദത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ട്. ആർത്തവ വിരാമത്തിന് ശേഷം സ്തനാർബുദത്തിന് പൊണ്ണത്തടിയും കാരണമാകും. നിത്യേന മദ്യം കഴിക്കുന്ന സ്ത്രീകളിലാണ് അർബുദ സാധ്യത കൂടുതൽ. വൈൻ കഴിക്കുന്ന സ്ത്രീകളും ശ്രദ്ധിക്കണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 12 മില്യൺ സ്ത്രീകളിൽ നടത്തിയ ഗവേഷണത്തിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിച്ചത്. അതേസമയം സ്ഥിരമായ വ്യായാമം, കുറഞ്ഞ ശരീരഭാരം എന്നിവ സ്തനാർബുദ സാധ്യത കുറയ്ക്കും. യുഎസിലെ ഫ്രെഡ് ഹച്ചിൻസൺ ക്യാൻസർ റിസർച്ച് കേന്ദ്രത്തിന്റേതാണ് പഠനം. നിത്യേന വൈനും ബിയറും അടക്കമുള്ള മദ്യം കഴിക്കുന്നവർക്ക് 5% സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനത്തിൽ നിന്നും വ്യക്തമായി. പച്ചക്കറികൾ കഴിക്കുന്നത് ഇതിനെ തടയാൻ സഹായിക്കുമെന്നും പഠനത്തിൽ പറയുന്നു.
വനനശീകരണം രാജ്യത്ത് മലേറിയ സാധ്യത കൂട്ടുമെന്ന് കണ്ടെത്തൽ. രാജ്യത്ത് ചിലയിടങ്ങളിൽ മലേറിയ ബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. പല സംസ്ഥാനങ്ങളും മലേറിയ വിമുക്തമാകുമ്പോഴും ചില സ്ഥലങ്ങളിൽ ഇത് സാധ്യമാകുന്നില്ല. കാടുകൾ രാജ്യത്തിന്റെ അത്യാവശ്യ ഘടകമാണെന്നും അതിനെ നശിപ്പിക്കുമ്പോഴാണ് ഇത്തരം പകർച്ചവ്യാധികൾ ഏറുന്നതെന്നും പഠനത്തിൽ പറയുന്നു. വെള്ളം കെട്ടിനിൽക്കുന്നിടങ്ങളിലാണ് പ്രധാനമായും മലേറിയ വാഹകരായ അനോഫിലസ് കൊതുകുകൾ കാണപ്പെടുന്നത്. മനുഷ്യൻ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി കാടുകൾ നശിപ്പിക്കുന്നതിലൂടെ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിനിൽക്കുന്നു. ഇത് കൊതുകുകൾ പെരുകുകയും മലേറിയ ബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. യുഎസിലെ ലെഹിക് സർവകലാശാലയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എയിംസ് എൻവയോൺമെന്റൽ സയൻസ് എന്ന ജേണലിൽ ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. ചോക്ലേറ്റ് കഴിക്കുന്ന ആളുകളിൽ ഹൃദ്രോഗവും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനം. സ്ത്രീകളുടെ അമിത മദ്യപാനം സ്തനാർബുദത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ട്. വനനശീകരണം മൂലം കൊതുകുകൾ പെരുകുന്നു. രാജ്യത്ത് മലേറിയ സാധ്യത കൂട്ടുമെന്ന് കണ്ടെത്തൽ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം.